പഴയ മൂന്നാറിലെ CSI പള്ളിക്ക് സമീപത്തെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത 3 ദിവസം കൂടി അടച്ചിടും. പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വെള്ളിയാഴ്ച റോഡ് ഗതാഗതത്തിനായി തുറക്കാനാകുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. മൂന്നാർ CSI പള്ളിക്ക് സമീപം ദേശീയപാത വഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടരും. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഹസാർഡ് അനലിസ്റ്റ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധ സംഘം പ്രദേശത്ത് പരിശോധന നടത്തി. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് റോഡ് 3 ദിവസം കൂടി അടച്ചിടാൻ തീരുമാനിച്ചത്. ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യപ്രകാരം 72 മണിക്കൂറിനുള്ളിൽ പ്രദേശത്തെ മണ്ണും പാറക്കല്ലും നീക്കം ചെയ്യുന്നതിനൊപ്പം അപകട സാധ്യത കുറയ്ക്കുവാനുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയാക്കും. മൂന്നാർ CSI പള്ളിയുടെ അടുത്തുള്ള വിള്ളൽ നമ്മളുടെ ഹസാർഡ് അനലിസ്റ്റ് അടക്കമുള്ള വിദഗ്ധ സംഘം പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ സുരക്ഷയെ കരുതി നമുക്ക് 3 ദിവസം കൂടെ ഇത്തരത്തിൽ ആ റോഡ് അടയ്ക്കുകയും അതോടൊപ്പം ഗതാഗത നിയന്ത്രണം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നമുക്ക് അവിടുത്തെ ഡബ്രീസ് ക്ലിയർ ചെയ്യാനും അതോടൊപ്പം ഒരു ചെറിയ രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ ചെയ്യാനും 3 ദിവസമാണ് 72 മണിക്കൂറാണ് NHI ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവരുടെ ആവശ്യപ്രകാരം 3 ദിവസത്തേക്ക് റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. അവർ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവിലെയോടുകൂടി റോഡ് തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികൃതരുടെ അനാസ്ഥയാണ് പ്രദേശത്ത് ഇത്രയും വലിയ വിള്ളൽ രൂപപ്പെടാൻ കാരണമെന്നതാണ് CSI പള്ളി ഭാരവാഹികൾ ആരോപിച്ചു. வெள்ளிக்கிழமை இந்த NH ரோடு வேலை பார்க்கும்போது JCB வச்சு மண் எடுத்துருக்குறாங்க. இந்த மண் எடுத்து 1 மாதம் ஆயிடுச்சு. 1 மாதம் வேலை ஒன்றும் செய்யாமல் அப்படியே போட்டாங்க. வெள்ளிக்கிழமை லைட்டாக ஒரு கிராக் மாதிரி விழுந்துச்சு. சனிக்கிழமை அளவோட ஜாஸ்தியாச்சு. ஞாயிற்றுக்கிழமை அளவோட ஜாஸ்தியாச்சு. இன்றைக்கி ரொம்ப டேஞ்சரான சுச்சுவேஷனில் இருக்குது. இந்த சர்ச்சு வந்து கிட்டத்தட்ட 100 வருஷமாக இருக்குது. இந்த வீடு கட்டி 10, 30, 40 வருஷம் இருக்கும். இது வரைக்கும் ஒரு பிரச்சனை இல்லாமல் இருந்துச்சு. NH ரோட்டுக்கு மண் எடுத்துல ப்ராப்ளம். மண் எடுத்ததுக்கு உடனே ரிவீட் பண்ணி கட்டியிருந்தாங்கன்னா இந்த ப்ராப்ளமே வந்திருக்காது. கிட்டத்தட்ட 1 மாதம் வேலை நடக்காமல் அப்படியே போட்டாங்க. எவ்வளோ சீக்கிரம் இதை சரி பண்ண முடியுமோ அவ்வளோ பண்ணி இதில் കളക്ടറോ இல்லை யார் இடப்படுறாங்களோ அவங்க இடப்பட்டு சீக்கிரமாக இது பண்ணி தரணும்னு கேட்டுக்கிறோம். പഴയ മൂന്നാർ മലഞ്ചെരുവിൽ ഭൂമിയിലുണ്ടായ വിള്ളൽ ജനങ്ങളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ മലഞ്ചെരുവിൽ 100 മീറ്ററിലധികം ദൂരത്തിലാണ് ഭൂമി രണ്ടായി പിളർന്നത്. നിലവിൽ വിള്ളലിലൂടെ നീരൊഴുക്കും തുടരുന്നു. സിറ്റി വിഷൻ മൂന്നാർ.